മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമുള്ളത് ദൈവം തരും. നമുക്കാവശ്യമുള്ളത് ദൈവത്തിൽ നിന്ന് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. അവിടുത്തെ രാജ്യം അന്വേഷിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന ഇടമാണ് ദൈവരാജ്യം, ദൈവം ഭരിക്കുന്ന ഇടം. ദൈവം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യം നിൻ്റെ ജീവിതത്തിൽ നീ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിച്ച് അത് പ്രവർത്തിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ, അത് നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്യുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തെ ഭരിക്കും. ദൈവം നിൻ്റെ ജീവിതത്തെ ഭരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടുന്ന് നിനക്ക് എല്ലാം തരും. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവഭരണം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടി, നടക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം നമ്മളിൽ നടക്കും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭരണം അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി നമുക്ക് സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, നന്മ പ്രവർത്തിക്കാം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്വാനങ്ങൾ, പഠനങ്ങൾ, പരീക്ഷകൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ഇവരുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും പഠനങ്ങളിലേക്കും അങ്ങയുടെ കൃപ നിറയട്ടെ. അങ്ങയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. അങ്ങയുടെ ചൈതന്യം വ്യാപരിക്കട്ടെ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.